കേന്ദ്ര സർക്കാരിൻ്റെ നീതി ആയോഗ് രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയെപ്പറ്റി കഴിഞ്ഞ ദിവസം അവരുടെ സാമ്പത്തിക റിപ്പോർട്ട് പുറത്തുവിടുകയുണ്ടായി. കണക്കുകൾ നോക്കുമ്പോൾ രാജ്യത്തെ ജനങ്ങളെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നു എന്ന തോന്നൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും രാജ്യത്തെ ജനങ്ങളുടെ ജീവിത സാഹചര്യം മറ്റൊന്നാണെന്ന് നമുക്കറിയാം. നീതി ആയോഗിൻ്റെ കണക്കുകൾ പറയുന്നത് രാജ്യം 6.8 മുതൽ 7.2% വരെ സാമ്പത്തിക വളർച്ചയിലാണ്. രാജ്യത്ത് വരാൻ പോകുന്ന വർഷം $4 ലക്ഷം കോടി GDP ഉൽപാദനം നമുക്ക് നടത്താൻ കഴിയും. കാർഷിക മേഖലയെപ്പറ്റി പറയുന്നത് കഴിഞ്ഞ വർഷം രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെട്ട ധാന്യങ്ങൾ ഏകദേശം 35.78 ലക്ഷം വരും. അത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഏകദേശം 2.5 കോടി ടൺ അധികമാണ്. കാർഷിക മേഖല തളരുകയല്ല, അതിൻ്റെ വേഗതയിൽ ചില കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അടുത്ത വർഷം കാർഷിക മേഖല 3.1% വളർച്ച കാണിക്കും. വ്യവസായ മേഖല കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. സേവന മേഖലയും മോശമല്ലാത്ത കുതിപ്പ് കാണിക്കും. അങ്ങനെ ഒരു വശത്ത് സാമ്പത്തിക മേഖലയിൽ വലിയ കുതിപ്പുണ്ടാക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും രാജ്യത്തെ ജനങ്ങളുടെ സ്ഥിതി വളരെ പരിതാപകരമാണ് എന്ന് IMF ഉൾപ്പെടുന്ന സാർവദേശിക സാമ്പത്തിക സ്ഥാപനങ്ങൾ പറയുന്നു. ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ അത് ദൈനംദിനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. IMF ഇന്ത്യ ഇങ്ങനെ വളരുന്നു എന്ന് ഒരു വശത്ത് പറയുമ്പോൾ തന്നെ അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് സിസ്റ്റം സിയിലാണ് നമ്മുടെ രാജ്യത്തെ കണക്കാക്കിയിരിക്കുന്നതെന്ന് പറയാനുള്ള കാരണം ആ വളർച്ച ജനങ്ങൾക്ക് ഗുണപരമായി മാറുന്നില്ല എന്നാണ് അവരുടെ കണക്കിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം, സാമ്പത്തിക കുതിപ്പിലാണ് ഇന്ത്യ എന്ന് പറയുമ്പോഴും സാമ്പത്തിക അസമത്വം ഭീകരമായി രാജ്യത്ത് വളരുകയാണ്. രാജ്യത്തെ മൊത്തം ജനസംഖ്യയിൽ 10% വരുന്ന സമ്പന്നരുടെ കണക്കുകൾ എടുത്താൽ അവർക്കാണ് രാജ്യത്തിൻ്റെ മൊത്തം ഉൽപാദനത്തിൽ 58% പങ്കാളിത്തമുള്ളത്, ഉടമസ്ഥാവകാശമുള്ളത്. താഴേക്കിടയിലുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 50% ആളുകളുടെ കൈകളിലേക്ക് എത്തുന്നത് രാജ്യത്തെ മൊത്തം ഉൽപാദനത്തിൽ 15% മാത്രം. കോർപ്പറേറ്റുകൾക്കും അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കും വലിയ തരത്തിലുള്ള നികുതി ഇളവുകൾ ഒരു വശത്ത് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി സാധാരണ ജനങ്ങളുടെ കടം അവരുടെ വരുമാനത്തിൻ്റെ ഏകദേശം 40%-ലധികമായി കുതിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർ കൂടുതൽ കടക്കാരായി മാറിക്കൊണ്ടിരിക്കുന്നു. തൊഴിൽ മേഖല എടുത്ത് പരിശോധിച്ചാൽ രാജ്യത്ത് സാമ്പത്തിക വളർച്ച ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ തൊഴിൽ മേഖലയിൽ വലിയ തിരിച്ചടിയാണ്. കോർപ്പറേറ്റുകളുടെ വരുമാനത്തിൽ 20%-ഓളം വളർച്ച ഉണ്ടാക്കുമ്പോൾ ആ മേഖലയിൽ പോലും തൊഴിലിടങ്ങളിൽ 1.5% വളർച്ചയെ കാണിക്കുന്നുള്ളൂ. 2023-24 വർഷം രാജ്യത്ത് അഭ്യസ്തവിദ്യരായ 2.8 കോടി ആളുകൾക്ക് തൊഴിൽ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായി. 10 കോടി ആളുകൾ, വിദ്യാസമ്പന്നരായ ആളുകൾ തൊഴിൽ ലഭിക്കാതെ ഇനിയും തൊഴിൽ കിട്ടാത്ത കാലത്തേക്ക് കടന്നു. എന്ന് പറഞ്ഞാൽ ഇനി അവർക്ക് തൊഴിൽ അന്വേഷിച്ച് നടക്കാൻ കഴിയാത്ത പ്രായം കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും രാജ്യത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർക്കാർ പടിപടിയായി അവരുടെ ഫണ്ടുകൾ വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ കടത്തിൻ്റെ കാര്യം എടുത്താലോ, രാജ്യത്തിൻ്റെ മൊത്തം കടം 200 ലക്ഷം കോടി രൂപ കഴിഞ്ഞിരിക്കുന്നു. നോക്കൂ, ശ്രീ നരേന്ദ്രമോദി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം 2013-14 നടത്തിയ ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഈ രാജ്യത്തിൻ്റെ രൂപയുടെ വില ഇടുക എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരുടെ വില ഇടുകയാണെന്ന്. തീർച്ചയായും ആ പ്രസ്താവന ശരിയായിരുന്നു. എന്നാൽ 2014 ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ സർക്കാർ വരുമ്പോൾ $1 വാങ്ങാൻ ഇന്ത്യക്കാർ 60 രൂപയാണ് കൊടുക്കേണ്ടിയിരുന്നെങ്കിൽ
2026 എത്തുമ്പോൾ $1 വാങ്ങുവാൻ ഇന്ത്യക്കാർ 91 രൂപ വരെ മാറ്റിവെക്കേണ്ടി വരുന്നു. വലിയ തരത്തിൽ രാജ്യത്തെ രൂപയുടെ വില ഇടിയുന്നു. സ്വാഭാവികമായി രാജ്യത്തിൻ്റെ വില ഇടിയുക എന്നത് സമാനമാണ് രാജ്യത്തിൻ്റെ രൂപയുടെ വില ഇടിയുക എന്ന് പറഞ്ഞാൽ. മറ്റൊരു രീതി പറഞ്ഞാൽ, സാമ്പത്തികമായി നമ്മുടെ രാജ്യം വലിയ തരത്തിലുള്ള കുതിപ്പ് കാണിക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും അതിൻ്റെ ഗുണഭോക്താക്കളായി മാറുന്നത് ചുരുക്കം ചില ആളുകളായി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. തൊഴിലുറപ്പ് പോലെയുള്ള പദ്ധതികൾ പൂർണ്ണമായും അട്ടിമറിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് ലോക സാമ്പത്തിക ശക്തിയായി ഇന്ത്യ വളരുമ്പോഴും ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ പട്ടിണിയും തൊഴിലില്ലായ്മയും രൂക്ഷമാക്കുന്ന തരത്തിലാണ് എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ നീതി ആയോഗിൻ്റെ കണക്കുകൾ പറയുമ്പോൾ ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ വറുചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് എടുത്തെറിയപ്പെടുകയാണ് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം.